എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ എല്ലാ ജില്ലകളിലും പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട്. നിലവിൽ തിങ്കളാഴ്ച വരെയാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നതിന്റെ ലക്ഷണമായിട്ടാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലെ ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും. പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ശക്തമായിട്ടുള്ള ഇടിമിന്നലിൽ തെങ്ങിന് തീ പിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. അതായത് നാളത്തെ ദിവസം. ഇതുകൂടാതെ തന്നെ തെക്കൻ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. 8 ജില്ലകളിൽ ഉയർന്ന താപനില തുടരുന്ന സാഹചര്യമുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇടിമിന്നലുണ്ട്. ഇടിമിന്നൽ ശക്തമായിട്ട് ഇടിമിന്നലായിരിക്കും. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ഇടിമിന്നലിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തന്നെ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക, വീടിന്റെ ടെറസുകളിൽ കയറി നിൽക്കാതിരിക്കുക, മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ തന്നെ കറണ്ട് ചാർജ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഊരിയിടുക, അതൊക്കെ ശ്രദ്ധിക്കുക. ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ ശക്തമായിട്ടുള്ള കാറ്റുണ്ടായി. നിലമ്പൂർ മേഖലകളിലും ഒക്കെ മലപ്പുറത്തും ശക്തമായിട്ടുള്ള കാറ്റുണ്ടായി. നിലമ്പൂരിലും ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മഴ കൂടുതൽ ശക്തമാകുന്നുണ്ട് പല ജില്ലകളിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റ ദിവസത്തെ ഒറ്റ മഴയിൽ തന്നെ പല പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി റോഡുകളിൽ. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വീണ്ടും ഒരു പ്രളയത്തിനുള്ള സാധ്യത ഉണ്ടോ, അതോ ഈ പ്രാവശ്യം ശക്തമായിട്ടുള്ള ചൂടായതുകൊണ്ട് വീണ്ടും പ്രളയത്തിനുള്ള സാധ്യതയുണ്ടോ, എൽനിനോ പ്രതിഭാസം പസഫിക് സമുദ്രത്തിൽ നിന്ന് മാറിയില്ലേ എന്നൊക്കെയുള്ള. എൽനിന പ്രതിഭാസം മാറി പകരമായിട്ട് ലാനിന പ്രതിഭാസം വരികയാണെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. കേരളത്തിലാകമാനം അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡാമുകളിലൊക്കെ വെള്ളം കുറവുള്ളതും ഒക്കെ വലിയ ഒരു ആശ്വാസമാണ്. കാരണം വളരെ പെട്ടെന്ന് ഒന്നും തന്നെ ഡാമുകളിൽ നിറയുന്ന സാഹചര്യം ഉണ്ടാകത്തില്ല. മൺസൂൺ നേരത്തെ എത്തുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ്. മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത ഈ ഒരു ജൂൺ പകുതിയോട് കൂടി മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പ്രമുഖ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത്, കാലാവസ്ഥാ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത്. ഇതിനായാലും മഴക്കാലം അടുക്കുകയാണ്. മഴ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇനി കൂടത്തിൽ തന്നെ വരും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ ശുചിത്വം പാലിക്കുക എന്നുള്ളത്, നമ്മുടെ ചുറ്റുപാട് നമ്മൾ വൃത്തിയാക്കിയിടുക എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ശക്തമായി പെയ്തു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ചൂടിന് ഒരു ചെറിയ ശമനമെങ്കിലും ഉണ്ടാകും.